കൈ കൂപ്പി പറയാം, പറ്റിക്കരുത്, ഞങ്ങൾ ദയവ് ചെയ്ത് പറ്റിക്കരുത്, ഞങ്ങൾ കാല് പിടിക്കാം. എനിക്ക് ഇവിടെയൊക്കെ വീടപ്പോൾ എന്തോ പോലെ എനിക്ക് വിഷമമാവും പോലെ. നമ്മുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരല്ലോ, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായതിന്റെ പിറ്റേ ദിവസം വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഫൈഗമോളുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. മാസങ്ങൾക്കിപ്പുറം അന്ന് നൽകിയ വാക്കുകളൊന്നും നടപ്പാക്കാതെ വന്നതോടെ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫൈഗ ഉൾപ്പെടെയുള്ള മുഴുവൻ ദുരന്ത ബാധിതരും. മോളെ, അന്ന് ഇവർ പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചില്ലേ? ഞങ്ങൾക്ക് പൈസ ഒന്നും തരാത്തയാണ് പ്രശ്നം. കളക്ടറോ എംപിയോ ഞങ്ങൾ വിളിച്ചിട്ട് ഇപ്പോൾ പൈസ തരുമ്പോൾ പൈസ ഇപ്പോൾ ഈ സമയത്ത് ആ പൈസ ഇട്ട് തന്നെങ്കിൽ ഞങ്ങൾ ജീവിച്ച് പൊക്കോളേന്. വാടക ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങൾ വാടക വീട്ടിൽ കിടക്കുമായിരുന്നു. കൊടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സമരത്തിന് വന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്ത് കിടക്കുകയാണ്. സ്കൂളിൽ പോകാൻ പറ്റിയ സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോവുകയില്ല. ഇപ്പോൾ അസുഖമുള്ളവർ വരെ ഇവിടെ ഉണ്ട്. എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതിനിപ്പോൾ പോകാൻ പറ്റിയ സാഹചര്യമല്ല. അതിനാൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലുമില്ല. ഇനി അച്ഛൻ്റെ കയ്യിൽ പൈസയില്ല, അച്ഛന് ജോലിക്ക് പോകാൻ പറ്റിയ അവസ്ഥയുമല്ല. എനിക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ സാഹചര്യം അല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റൂല, പഠിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ദയവായിട്ടൊരു പൈസ തന്നിടത്തേക്ക് ഞങ്ങൾ പോയേനെ. പൈസ കൈ കൂപ്പി പറയാം, പറ്റിക്കരുത്, ഞങ്ങൾ ദയവ് ചെയ്ത് പറ്റിക്കരുത്, ഞങ്ങൾ കാല് പിടിക്കാം, ഞങ്ങൾക്ക് പൈസ വീടൊക്കെ തന്നെ. അപ്പോൾ ഫൈഗമോളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഫൈഗ ഈ സമരം നടത്തുന്ന എല്ലാവരുടെയും ഒരു പ്രതിനിധി കൂടിയാണ്. ജിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.